ഞങ്ങളൊരു സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് ഏർക്കാട് പോയി. ഇത് സേലം പള്ളിയാണ്. സേലം പള്ളിയിൽ പോയി അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടെ ഫ്രഷായി. സേലം പള്ളിക്കകത്ത് ഇതിലെടുത്ത ഫോട്ടോയാണ്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹെയർ പിൻ കയറി. 20 ഹെയർ പിന്നുണ്ട്. നല്ല രസമാണ്. ഒന്നങ്ങോട്ട് വളഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അത് മുന്നേ കൂടെ ഒന്ന് സൈഡിൽ കൂടെ നോക്കിയ വണ്ടിക്കാരൻ വളയ്ക്കുന്ന വളവ് കണ്ട് എൻ്റെ ദൈവമേ, ഒന്നൊന്നര വളവാണ് വളയ്ക്കുന്നത്. ഞങ്ങളുടെ ഒരു വാനായിരുന്നു. ആ വാൻ നമ്മൾ വെളിയിൽ കൂടെ സൈഡിൽ കൂടെ നോക്കിയാൽ എന്നിട്ട് വീടൊക്കെ പോകുന്ന കണ്ടാൽ പേടിക്കും. 20 ഹെയർ പിന്നുണ്ട്. പക്ഷേ അതിൻ്റെ അത് ഇരുന്നുകൊണ്ട് നമ്മൾ നോക്കിയാൽ പേടിക്കും. പ്ലെയിനിലൊക്കെ ഇരുന്ന് താഴോട്ട് നോക്കുന്നവരെ പേടിക്കും. പക്ഷെ നമ്മൾ പേടിക്കാതെ ഒന്ന് സൈഡിലോട്ടൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് ആ എല്ലാ വ്യൂ നല്ലതായിട്ട് എൻജോയ് ചെയ്യാം. അതിനിടയ്ക്കാണെങ്കിൽ ഇഷ്ടംപോലെ പൂർവ്വ കേളാം കുരങ്ങന്മാരുണ്ട്. അവരിഷ്ടം പോലെ അതിലേലും ചാടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ ഫോണൊക്കെ പിടിച്ച് വെളിയിലോട്ട് പിടിച്ചാൽ ഫോൺ തട്ടിപ്പറിച്ചിട്ട് പോകുന്ന പറഞ്ഞ് ചാടി. അങ്ങനത്തെ വീരശൂര പരാക്രമികളുണ്ട്. പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ. ഇതിങ്ങനെ ആ സൈഡ് സീയിങ്, ഒരു സൈഡ് മുഴുവൻ മല, ഒരു സൈഡ് മുഴുവൻ അങ്ങ് അഗാധമായ കുഴികളാണ്. ഞങ്ങളങ്ങനെ ഈ സ്ഥലത്ത് വന്നു. ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഏർക്കാടാണ്. ഞങ്ങളവിടെ ഹോട്ടലിൽ റൂം എടുത്തു. ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ എല്ലാവരുമൊക്കെ ഒന്ന് സെറ്റിലായി. ആ ഹോട്ടലിനകത്ത് നല്ലൊരു ഹോട്ടൽ. അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ലതായിട്ട് ആ ഹോട്ടലിലെ താമസമൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറച്ച് പേര്, ഞങ്ങൾ 10 ലേഡീസും 9 ജെൻസും 19 പേരായി പോയത്. ഞങ്ങളുടെ അച്ഛന് ഞങ്ങൾ 10 ലേഡീസ്, ഞങ്ങൾ പോയ 10 ലേഡീസ് എല്ലാം പള്ളിയിൽ നിന്ന് സീനിയർ സിറ്റിസൺസാണ്. അങ്ങനെ ഞങ്ങൾ കമ്പനിയായിട്ട് പോരാ. ഞങ്ങളിപ്പോൾ കുറേ ടൂർ പോകുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊരു ടൈം പാസ്. ഇതാ ജെൻസ്. ഇതിനകത്ത് അച്ഛനുമുണ്ട്. അച്ഛനാ ഫോട്ടോ എടുക്കുന്ന. അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അച്ഛനാണ് ഞങ്ങളുടെ ഗൈഡും ഞങ്ങളുടെ ട്രാവൽ ഗൈഡും ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളെ കരുതുന്നതും എല്ലാം അച്ഛനാ ഫോട്ടോ എടുത്തുകൊണ്ട്. അച്ഛനകത്തില്ല. 9 ജെൻസ് 10 ലേഡീസ്. ഞങ്ങൾ 19 പേരാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഔട്ടിങ്ങിന് ഇറങ്ങി. എന്ത് രസമാണ് അവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണോ, സെയിലാണോ, കാഴ്ചയ്ക്കാണോ, എങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് അറിയത്തില്ല. നല്ല രസമാണ് കാണാൻ. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടുത്തെ ക്ലൈമറ്റും നല്ലതാണ്. വെയിലൊന്നുമില്ല. നല്ല രസം അവിടുത്തെ ഗാർഡനെ, ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്ന കാണാൻ. എനിക്ക് തോന്നുന്ന ക്ലൈമറ്റിൻ്റെ ആയിരിക്കും ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്നത്. നല്ല വെള്ളവും ആ വെയിലുമില്ല. എന്ത് രസമാണ് കാണാമെന്നറിയാം. നല്ല അങ്ങനെ അതിനകത്ത് അങ്ങ് കുത്തിയിരുന്ന് അങ്ങ് കിടന്നുറങ്ങാൻ തോന്നും. അങ്ങനത്തെ അവിടുത്തെ സീനറിയൊക്കെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. ഗാർഡൻ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ രസം. ഫോട്ടോ എടുക്കാനൊക്കെ അറിയാം. ഞാനൊന്നും ഫോട്ടോ എടുത്താൽ ശരിയാണ്. ഞങ്ങളുടെ അച്ഛനല്ല എടുക്കുന്നത്. ഞങ്ങളുടെ അച്ഛൻ നല്ലൊരു ക്യാമറാമാനാണ്. നല്ല ക്യാമറാമാനും. ഞങ്ങളൊന്നും എടുത്താൽ ശരിയാകത്തില്ല. ഞങ്ങളൊന്നും എടുത്താൽ അത്രയാ ഫോക്കസ് ഫ്ലവേഴ്സിൻ്റെ ഒന്നും വരത്തില്ല. നല്ലതായിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ കുറേ ഗാർഡന്, പാർക്ക് അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉച്ചവെയിലിൻ്റെ ക്ഷീണമെന്നോ കൊണ്ടിട്ടൊന്ന് കിടക്കണമെന്നോ അങ്ങനെയൊന്നുള്ള ഒരു ക്ഷീണവുമില്ല. ഞങ്ങളങ്ങനെ ഗാർഡൻ മുഴുവൻ കറങ്ങി വെച്ച് ഞങ്ങൾ അതിൻ്റെ അടുത്ത വ്യൂവിൽ വന്നു. സെക്കൻഡ് സെക്ഷനിൽ വന്ന് എല്ലാം ഒരുപോലൊക്കെ തരാം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. സൂപ്പറായിട്ടുണ്ട് കാണാൻ. നല്ല തണുത്ത കാറ്റുമാ. ഇതിൻ്റെ ഭംഗിയും അതെല്ലാം കൂടെ ഒരു ഒന്നൊന്നര ആസ്വാദനമായിരുന്നു. ഇതാ ഞങ്ങൾ 10 ലേഡീസ് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത്. ഇത് ഞങ്ങളെ കൊണ്ടുപോയ അച്ചായനാണ്. അവിടെ ഒരു നല്ല ഫൗണ്ടനുണ്ട്. ആ ഫൗണ്ടൻ്റെ മുന്നേ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തതാണ്. നല്ല രസമാണ് ഫൗണ്ടൻ കാണാൻ. അവിടെ ഇങ്ങനെ കുറേ പേര് കപ്പിൾസ് ഫാമിലി ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. നമ്മുടെ ബോട്ട് ഹൗസിലോട്ട് വരുന്ന സമയത്ത് ഒരു അതിശയം നടന്നു. ഒരു മഴ, പ്രതീക്ഷിക്കാതൊരു മഴ. ഞങ്ങളോടത്ത് ഫൗണ്ടനിൽ നിന്ന് വെള്ളം വീഴുക. നോക്കുമ്പോൾ ദേഹത്തൊക്കെ വെള്ളം വീഴുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതൊരു മഴ. പെട്ടെന്നൊരു മഴ. ഞങ്ങളെല്ലാവരും നനയുകയും ചെയ്തത് രസം. എല്ലാവരും നനഞ്ഞു. പക്ഷേ ആർക്കും ദൈവത്തിന് കൃപ കൊണ്ട് ജലദോഷമോ പനിയോ ഒന്നും വന്നില്ല. എല്ലാവരും തലനിറഞ്ഞ് ഞങ്ങൾ ഓടിയൊരു കണ്ടൊരു ഷെഡിനകത്ത് കയറിയിരുന്നു. പെട്ടെന്നൊരു മഴയായിരുന്നു. മഴയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വന്നപ്പോഴത്തേനും മഴയായി. എല്ലാവരും നനഞ്ഞു വന്ന് ഞങ്ങളൊരു ഷെഡിൽ കയറി. അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ നല്ല രസമാണ് കാണാൻ. അവിടെ ഇരുന്നുകൊണ്ടേ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി.
ഞങ്ങൾ 2 തവളക്കുഞ്ഞുങ്ങളുണ്ട്. എവിടെ പോയാലും സ്വിമ്മിംഗ് പൂളിൽ ചേർന്ന് 2 തവളക്കുഞ്ഞുങ്ങളായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളാ 2 കൂട്ടത്തിലെ 2 തവളക്കുഞ്ഞുങ്ങൾ. എവിടെ പോയാലും വെള്ളം കണ്ടാൽ ആദ്യം ചാടുന്നത് ഞങ്ങളാണ്. ആദ്യം ചാടുന്നല്ല, ഞങ്ങളെ ചാടത്തുള്ളൂ. വെള്ളം കണ്ടാൽ നീന്താൻ പറഞ്ഞ് ഞങ്ങൾ 2 പേര് 2 തവളക്കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നല്ലതായിട്ട് നീന്തി കുളിച്ചു. നല്ല തണുപ്പായിരുന്നു, കാലൊക്കെ തണുപ്പുണ്ടായിരുന്നു. തണുപ്പായിട്ട് നീന്തി കുളിച്ച് അവിടെ നിന്ന് കയറി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. നല്ലൊരു ഹോട്ടലായിരുന്നു. എല്ലാവർക്കും നല്ല റൂംസ്, 2 പേർ റൂമിൽ, 3 പേര് റൂംസിൽ. നല്ല റൂമായിരുന്നു. ചൂടുവെള്ളവും അങ്ങനെയുള്ള ഫെസിലിറ്റീസും ബെഡും ബ്ലാങ്കറ്റും എല്ലാം ഉണ്ട്. അവിടെ പിന്നെ AC ഒന്നും ആവശ്യമേ ഇല്ല. ഫാനുണ്ട്, ഫാൻ പോലും ആരും ഇടുന്നില്ല. AC ആവശ്യമേ ഇല്ല. അങ്ങനത്തെ ഹോട്ടലായിരുന്നു. ഞങ്ങളവിടെ പിന്നെയും കുറച്ച് നേരം കൂടെ നീന്തി. അടിയിൽ നല്ല തണുപ്പുണ്ട്. ഞങ്ങളങ്ങനെ നീന്തൽക്കുളത്തിൽ അല്ലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ നല്ലതായിട്ട് നീന്തി. അങ്ങ് അകത്തോട്ട് പോകുമ്പോൾ ആഴമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ തണുപ്പ് കാലിൻ്റെ അങ്ങ് കാലിൻ്റെ പൊത്തയ്ക്ക് അങ്ങ് തണുപ്പ്, ഭയങ്കര തണുപ്പാണ്. താഴെ നല്ല തണുപ്പാണ്. ഒത്തിരി വെള്ളത്തിന് തണുപ്പാണെന്ന് അറിയത്തില്ല. താഴോട്ട് പോകുന്തോറും തണുപ്പുണ്ടായിരുന്നു. ഒന്നാമത് തണുപ്പ് സ്ഥലമല്ലേ അതുകൊണ്ടായിരിക്കും വെള്ളത്തിൻ്റെ തണുപ്പ്. എന്നാലും ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നല്ലതായിട്ട് നീന്തി കുളിച്ച് 2-3 ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീന്തി കുളിച്ച് കയറി. അങ്ങനെ ആ ഒരു സ്വിമ്മിങ് പരിപാടി ചെയ്തു. തവളക്കുഞ്ഞുങ്ങൾ വെള്ളത്തിനകത്തൊക്കെ ഒന്ന് ഇറങ്ങി, ഒന്ന് കയറി, ഒന്ന് നീന്തി, ഒന്ന് കുളിച്ച്, ഒന്ന് തണുത്ത്. നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. തണുപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ തണുക്കുന്നുണ്ട്. പക്ഷെ അന്നേരം തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും നേർകൊണ്ട് ജലദോഷമോ പനിയോ ഒന്നും പിടിച്ചില്ല. കുറേ സമയം ഞങ്ങളെടുത്ത് സ്പെൻഡ് ചെയ്തു. ഒത്തന്നേരം നിൽക്കണം, തലകറക്കമുള്ളതാ. ഞങ്ങളങ്ങനെ നല്ലതായിട്ട് 2 തവളക്കുഞ്ഞുങ്ങൾ നല്ല എൻജോയ് ചെയ്യും. വെള്ളത്തിൽ കുളിച്ച് അത് നടത്തി നല്ല നീന്തി, നല്ല ദേഹമൊക്കെ നല്ല തണുപ്പായിരുന്നു. അത് പറയണം, ഭയങ്കര തണുപ്പായിരുന്നു. തണുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കയറിക്കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയി. ഞങ്ങളത് കഴിഞ്ഞ് ആ ഹിൽ സ്റ്റേഷനിൽ പോയി. ഹിൽ സ്റ്റേഷൻ്റെ മണ്ടയിലേക്ക് ഇവിടെ നിന്ന ഭൂമിശാസ്ത്രങ്ങൾ മുഴുവൻ കാണും. ഇതാ ഞങ്ങളുടെ അച്ഛനും 2 സഹോദരന്മാരും. ഇതാ ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ ക്യാമറാമാൻ, ഞങ്ങളുടെ ഗൈഡ്, ഞങ്ങളുടെ ടൂറിസ്റ്റ്, ഞങ്ങളുടെ കെയർ ടേക്കർ എല്ലാം അച്ഛനാണ്. ഇതാ ഹിൽ സ്റ്റേഷൻ്റെ മണ്ടയാണ്. അത് കുരങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന ആ പ്രദേശം ഫുള്ള് നമുക്ക് ഈ മലമണ്ടയിൽ നിന്ന താഴ്വശം കാണാം. പക്ഷേ സൂയിസൈഡ് പോയിൻ്റ് മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്, ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഡേഞ്ചറൊന്നുമല്ല. ഇത് ഞങ്ങൾ അവിടെ ഓരോ സ്ഥലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്ത നല്ല ലൊക്കേഷനാണ്. എല്ലാവരും ഈ ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി അവിടെ വരുന്നത്. ഇത്രയും കാശ് മുടക്കി അവിടെ വന്ന് ഫോട്ടോഗ്രാഫി എടുക്കുക. ഭയങ്കര ലൊക്കേഷൻ, സീനറി എല്ലാം അടിപൊളിയാണ്. നല്ല സ്ഥലമാണ്, നല്ല ക്ലൈമറ്റുമാണ്. ഇത് ഞങ്ങളുടെ താമസിച്ച ഹോട്ടലിൻ്റെ അകത്തെയാണ്. അവിടെ നല്ല നാച്ചുറലായിട്ടൊക്കെ അവർ ഒത്തിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ. അതുകൊണ്ട് നല്ല രസമാണ് ഹോട്ടലൊക്കെ കാണാൻ. പൊതുവേ നല്ല എൻജോയ് ചെയ്തു. ഇത് ഞങ്ങളുടെ ഇനിയൊരു കപ്പിളാണ്, കൂടെ വന്നൊരു കപ്പിളാണ്, മോളിയും തമ്പിക്കുട്ടി. ഇത് ഞങ്ങളുടെ മോളി ടീച്ചറും ബാവിച്ചാനും. ഇത് ഞങ്ങളുടെ തോമാച്ചനും രാജിയും. ഇതെല്ലാം ഓരോരോ കപ്പിൾസാണ് വന്നത്. ഇത് ഞങ്ങളുടെ ജെസ്സിയും അനിയൻ കുഞ്ഞും. ഇത് ഞങ്ങളുടെ മാത്യുച്ചാനും വത്സമ്മയും. ഇദ്ദേഹമാണ് ഞങ്ങളുടെ സീനിയർ സിറ്റിസൻ്റെ. ഇത് ഞങ്ങളുടെ പിലിപ്പച്ചാനും ഷീലയും. ഇത് പിന്നെയും തോമാച്ചനും രാജിയും. ഇത് പിലിപ്പച്ചാനും വത്സമ്മയും മാത്യുച്ചാനും. ഇതാ ഞങ്ങളുടെ ഫുൾ ആൾക്കാർ. ഇതിനകത്ത് അച്ഛൻ വന്നില്ല, അച്ഛനെ ഫോട്ടോ എടുത്തേ. ഇത്രയും പേരാണ് ഞങ്ങൾ പോയത്. 19 പേരാണ് പോയത്.
നല്ല ട്രിപ്പായിരുന്നു, നല്ല എൻജോയ് ചെയ്തു. ഇത് ഗ്രേസിയും രാജുവും. ഇത് മുമ്പേ പറഞ്ഞ ഫിലിപ്പച്ചാനും ഷീലയും. കുറേ പേര് കപ്പിൾസായിട്ടാണ് വന്നത്, കുറേ പേരല്ലാതെ വന്നു. ഇതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളാണ്. നല്ല രസമാണ് വ്യൂ. ആ മൗണ്ടൻ വ്യൂ കാണാൻ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നല്ല രസമാണ് വ്യൂ കാണാൻ. No one knows how to feel it. I whisper in the air, humming softly to the leaving. I see a flame inside me, shining on the speeds of mine. My soul was weakening. I found you. My world is now complete. I thought it was impossible, but that's how things were to me. I love you, and it's not some reverie. I'll lay down in your arms, and there's where I wanna be forever. I used to have low self-esteem, thoughts turn like bullets in the breeze. But someone touching my strings and sing a song I've never heard, something so sweet. I found you. My world is now complete. I thought it was impossible, but that's how things were to me. I love you, and it's not some reverie. I'll lay down in your arms, and that's where I wanna be. Back then, I was so stupid. Too much anger in the eyes. Alone at home with no supplies. I froze all my old dreams. Let's give the past where it belongs, and I said what is to come. I found you. My world is now complete. I thought it was impossible, but that's how things were to me. I love you, and it's not some reverie. I'll lay down in your arms, and there's where I wanna be. I found you. My world is now complete. I thought it was ഞങ്ങൾ പിന്നെ impossible, അവിടെ but that's നിന്ന് how ബോട്ട് things റൈഡിന് were to പോയി. me. ബോട്ടേക്ക് സെൽഫ് ഡ്രൈവ് അല്ല, അവർ ഡ്രൈവ് ചെയ്യുന്ന ബോട്ടേക്ക് എല്ലാവരും സീറ്റ് ടിക്കറ്റ് ഇട്ട് Lay down in your എല്ലാവരും arms, ജാക്കറ്റ് and സീറ്റില്ല there's where I ജാക്കറ്റ് wanna be ബോട്ടേക്ക് forever. അങ്ങനെ 2 ട്രിപ്പായിട്ട് ബോട്ടേക്ക് കയറി. ബോട്ടൊരു 10-15 മിനിറ്റിന് മേലുണ്ട്. അങ്ങനെ ഫുള്ള് ആ ലേക്ക് ഫുള്ള് അങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ ബോട്ട് റൈഡിങ്ങും ചെയ്തു. നല്ല ഈവനിങ്ങിലായിരുന്നു, അതുകൊണ്ട് നല്ല ക്ലൈമറ്റുമായിരുന്നു. അല്ലെങ്കിൽ അവിടെ വെയിലൊന്നുമില്ല. നല്ല സുഖമായിട്ടൊന്ന് ബോട്ട് റൈഡ് ചെയ്ത് നല്ല കായലിന് തണുത്ത കാറ്റുമൊക്കെ കിട്ടി. അങ്ങനെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ആ ഗാർഡനിൽ വന്നു. എല്ലാം നല്ല ലൊക്കേഷനാണ്. അവിടെയൊക്കെ വന്നു.
ഇത് ഞാനും മോനും മനോയ. അങ്ങനെ അവിടെ എല്ലാം വന്നിച്ച് അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരാളില്ലയോ? അത് തിരിച്ചു പറഞ്ഞായിരിക്കും. ആരും കാണിച്ചില്ല. ആരും കാണിച്ചൊന്നുമില്ല. ആരോ കാണിച്ചില്ലല്ലോ. കാണിച്ചോ? നോക്കിയോ? അപ്പോൾ ഒന്ന് കയറി ആരും ആണോ? അടുത്ത കൈ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വലുതായി കയറി ഇരിക്കും. ഇന്ന് രാവിലെ ഇവിടെ പോയിട്ട് ഏറാട് ബോട്ട് ഹൗസ് ക്ലീനറായിട്ട് പ്രിയപ്പെട്ട ഓമന മാമയെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. മണിക്കൂറിന് ഒരു ചായയും 2 പരിപ്പ് വടയും. ഏറാട് ബോട്ട് ഹൗസ് ക്ലീനറായിട്ട് പ്രിയപ്പെട്ട ഓമന മാമയെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. മണിക്കൂറിന് ഒരു ചായയും 2 പരിപ്പ്. So come a little closer. അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി.
തുമ്മിനാ പോയിരിക്കുന്നത്. ലോൺ മേടിച്ചാൽ ഇതും കണ്ടു കിട്ടും. ஐபோன் எடுத்து பார்த்து போடுங்க. பார்த்து எடுங்க வீடியோ பிடிக்கிட்டு வரும்போது. தள்ளி விட்டு போங்க. അമ്മ 14 ഞാൻ വിചാരിച്ചത് രാജുമാർ ഇറങ്ങി പോകാം. അതുവഴി സുവിശൂടെ പോയിട്ടാവും.